Hi friends, welcome to Diya's World. 1 ഇഞ്ച് വീതിയുള്ള സാറ്റിൻ റിബൺ വെച്ച് ചെയ്തൊരു ഹെയർ ബാൻഡ് ആണിത്. ആദ്യം പറഞ്ഞ പോലെ ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1 ഇഞ്ച് വീതിയുള്ള സാറ്റിൻ റിബൺ ആണ്. ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് 10 ഇഞ്ച് നീളമുള്ള പീസാണ് വേണ്ടത്. അങ്ങനെ റിബൺ കട്ട് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ കട്ട് ചെയ്ത 2 ഭാഗവും ചെറുതായിട്ടൊന്ന് ബേൺ ചെയ്ത് കൊടുക്കുക. ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാറ്റിൻ റിബണിൽ കൂടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്കൊന്ന് തുന്നിയെടുക്കണം. കുറച്ച് നീളത്തിലുള്ള സ്റ്റിച്ചസ് ആയിട്ട് വേണം തുന്നിയെടുക്കാൻ. ഒത്തിരി ചെറിയ സ്റ്റിച്ചസ് ആവാൻ പാടില്ല. റിബൺ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് റിബണിൻ്റെ മറ്റേ അറ്റത്തൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നൂലിൽ പിടിച്ച് ചെറുതായിട്ടൊന്ന് വലിക്കുക. അപ്പോൾ റിബൺ ചുരുങ്ങി ഒരു ഫ്ലവർ ഷേപ്പ് ആവുന്നത് കാണാൻ പറ്റും. നൂല് നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. ഇനി സൂചി പുറകിലേക്ക് കുത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് 1-2 കെട്ടിട്ട് കൊടുക്കുക. ഇനി ഫ്ലവറിൻ്റെ താഴത്തു നിന്നും മുകളിലേക്ക് സൂചി കുത്തിയെടുക്കുക. അത് കഴിഞ്ഞ് ഓരോ പെറ്റൽസിൻ്റെയും ആ ഒരു കോർണറിൽ കൂടെ ഒന്ന് തുന്നിയെടുക്കണം. അങ്ങനെ എല്ലാ പെറ്റൽസിൻ്റെയും കോർണറിൽ കൂടെ തുന്നിയെടുക്കുക. എല്ലാ പെറ്റൽസും തുന്നിയതിന് ശേഷം നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് 1-2 കെട്ടിട്ട് കൊടുക്കുക. അതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഗ്ലൂ ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ഹെയർ ബാൻഡിൽ ഞാൻ 3 ഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അതൊരു സൈഡിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്